തിരുവോണം ബമ്പർ ഭാഗ്യശാലിയെ ഉടനറിയാം. കേരളക്കരയാകെ ഈ ഭാഗ്യശാലിയെ കാത്തിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 1 മണിക്കാണ് നറുക്കെടുപ്പ്. 25 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. 75 ലക്ഷത്തിലേറെ ടിക്കറ്റുകളാണ് ഇതുവരെ വിറ്റഴിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. 24ന്റെ പ്രതിനിധികൾ വിവിധ ഇടങ്ങളിൽ നിന്ന് അല്പസമയത്തിനുള്ളിൽ പ്രേക്ഷകർക്കൊപ്പം ചേരും എന്ന് കരുതുകയാണ്. തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ 75 ലക്ഷം ടിക്കറ്റുകളാണ് ഇതുവരെ വിറ്റുപോയത്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നിരിക്കുന്നത്. 14.07 ലക്ഷം ടിക്കറ്റുകളാണ് പാലക്കാട് ജില്ലയിൽ വിറ്റഴിഞ്ഞത് എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, ഇന്ന് രാവിലെയൊക്കെ ലോട്ടറി ടിക്കറ്റ് അന്വേഷിച്ച് പലരും നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു ടിക്കറ്റ് പോലും കിട്ടാത്ത അവസ്ഥ. അതായത് 27 നടക്കുന്ന നറുക്കെടുപ്പാണ്, അതാണ് ഇന്നത്തേക്ക് മാറ്റിയത്. അപ്പോൾ ഇത്രയും ദിവസത്തിനുള്ളിൽ തന്നെ മിച്ചമുണ്ടായിരുന്ന ടിക്കറ്റ് കൂടി വിറ്റഴിഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വിഷ്ണു എവിടെയാണ് നിൽക്കുന്നത്? എന്താണ് ലോട്ടറി കറക്കാർക്ക് പറയാറുള്ളത്? ഞാൻ പാലാരിവട്ടത്താണ് നിൽക്കുന്നത്. രാവിലെ നമ്മൾ ഇവിടെ വരുന്ന ഘട്ടത്തിൽ കുറച്ച് ടിക്കറ്റുകൾ ബാക്കിയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതും കൂടി വിറ്റ് പോയിരിക്കുന്നതാണ് മനസ്സിലാവുന്നത്. ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറൊക്കെ കാലിയായിട്ടുണ്ട്. ചേട്ടാ, ഇത്തവണ എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ? സെയിൽ ഭയങ്കര കൂടുതലായിരുന്നു. ഇപ്രാവശ്യം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരു 10,000 ബമ്പർ പോയിട്ടുണ്ട് നമ്മുടെ ഇന്ന്. തീർന്നോ? ഇവിടുത്തെ എല്ലാം തീർന്നോ? കഴിഞ്ഞു. കാലത്ത് ഒരു 10 മണിയായപ്പോഴത്തേക്കും തന്നെ. കഴിഞ്ഞ തവണയ്ക്ക് ഈ നറുക്കെടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു ടിക്കറ്റ് വിൽപ്പന ഉണ്ടായിരുന്നു അല്ലെ? ഇത്തവണ അതിനുള്ള സാധ്യത കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം എല്ലായിടത്തും ടിക്കറ്റ് കഴിഞ്ഞുപോയി. എന്തായാലും ഒരു കാരണമായിട്ട് നിങ്ങൾക്ക് തോന്നേ? കഴിഞ്ഞു പോയത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ആൾക്കാരെല്ലാരും വന്ന് എടുക്കണു. നടക്കൂല്ലേ? പിന്നെ ആർക്കെങ്കിലും ഒരാൾക്ക് അടിക്കുമല്ല, അത് തന്നെ കാര്യം. ഇത്തവണ ടിക്കറ്റുകളൊക്കെ നേരത്തെ വിറ്റ് കാലിയാകുന്ന സാഹചര്യം, ബമ്പർ ടിക്കറ്റുകൾ കാലിയാകുന്ന സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ തവണ പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ഏറ്റവും അവസാന നിമിഷം വരെ ടിക്കറ്റുകളൊക്കെ ലഭ്യമായിരുന്നു. ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്ത വന്നിട്ടുണ്ട്. ആളുകളൊക്കെ കൂടുതൽ ഭാഗ്യത്തെ ആശ്രയിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏകദേശം ഈ കടയിൽ മാത്രം ഈ 2 ദിവസങ്ങൾക്കകം തന്നെ ഏകദേശം 5,000 ടിക്കറ്റുകളാണ് വിറ്റുപോയത്. അപ്പോൾ സംസ്ഥാനത്തുടനീളം കണക്കാക്കുമ്പോൾ 75 ലക്ഷത്തിന് മുകളിൽ ടിക്കറ്റ് വിറ്റുവരവ് നടന്നിട്ടുണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തായാലും ആരായിരിക്കും ആ ഭാഗ്യവാൻ എന്നാണ് ഇനി അറിയാനുള്ളത്. ആർക്കായിരിക്കും ഇത്തവണത്തെ ബമ്പർ അടിക്കുക? കഴിഞ്ഞ 2 വർഷം മുമ്പ് അത് എറണാകുളത്തേക്കാണ് എത്തിയത്. ഇത്തവണ എറണാകുളത്തേക്ക് എത്തുമോ ഇല്ലയോ എന്നൊക്കെ കാത്തിരിക്കുകയാണ്. ഏകദേശം മണിക്കൂറുകൾ മാത്രമാണ് അതിന് ബാക്കിയുള്ളത്. അല്പസമയത്തിനകം തന്നെ അത് അറിയാനും പറ്റും. എല്ലാവരും കാത്തിരിക്കുകയാണ് ആ ഭാഗ്യവാനെ തേടി. വിഷ്ണു, ഒരു സംശയം ചോദിക്കട്ടെ, വിഷ്ണു ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ? പ്രവിത, കഴിഞ്ഞ തവണ ഞാൻ ഈ ലൈവ് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ടിക്കറ്റ് എടുത്തിരുന്നു. അന്ന് ടിക്കറ്റ് അടിച്ചില്ല, ലൈവും വിളിച്ചില്ല. അതുകൊണ്ട് ഇത്തവണ ടിക്കറ്റ് എടുത്തിട്ടില്ല. ശരി, എന്തായാലും കൊള്ളാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.